ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കോഴി വളർത്തുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ കോഴിക്ക് കൊടുക്കുന്നൊരു തീറ്റയാണ് കേട്ടോ പ്രധാനമായിട്ട് നമ്മളിതിൽ പറയുന്നത്. നമ്മളിവിടെ മുമ്പേ കൊടുത്തിരുന്നത് മുട്ട പില്ലറ്റാണ്. അത് നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ താറാവുകളുള്ള സമയത്തേ നമ്മളത് തന്നെയാണ് താറാവിനും കോഴിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളതങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതേ രീതിയിൽ തന്നെ മുട്ടയൊന്നും കുറയാതെ തന്നെ നമുക്ക് ക്വാളിറ്റി ഉള്ളൊരു തീറ്റ പുതിയതായിട്ട് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കോഴിത്തീറ്റ അതുപോലെ കാലിത്തീറ്റ എല്ലാം ഉള്ള കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ അവിടെ ഒന്ന് ചോദിച്ചാൽ മതിയാകും. അവിടെ നമുക്ക് എനിക്ക് കറക്റ്റായിട്ടിത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഞാൻ ഈ തവണ ആദ്യമായിട്ട് വാങ്ങിച്ച തീറ്റയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലെയർ മാഷ് കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവും, അവർക്കും അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ തീറ്റ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സാധാ രീതിയിൽ തീറ്റ കൊടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് കാണുക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള തീറ്റ 25 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. 1 കിലോൻ്റെ വിലയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ വാങ്ങുമ്പോൾ ഒരു 5-10 കിലോയൊക്കെ ഒരുമിച്ച് വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 3 ഗ്ലാസ്, ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ആ പാത്രത്തിന് 3 പാത്രം, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അരിയും ഗോതമ്പും കൂടെ 1 ഗ്ലാസ്, പിന്നെ നമ്മൾ പച്ച മുട്ടയുടെ തോട് ഉണക്കിപ്പൊടിച്ച്, ഉണക്കണമെന്നൊന്നുമില്ല, നമ്മളെടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ അതങ്ങ് ഡ്രൈ ആയിക്കോളും. അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ച് നന്നായിട്ട് പൗഡറാക്കി എടുക്കണം കേട്ടോ. അതും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തലേ ദിവസത്തെ ചോറ്, പഴയ ചോറൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നിട്ട് അതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് എല്ലാ സൈഡിലും ഈ നനവും ഒക്കെ തട്ടത്തക്ക രീതിയിൽ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്നുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഈ ഇപ്പം അരി ആയാലും അതുപോലെ ഗോതമ്പൊക്കെ ആയാലും മിക്സാക്കി കൊടുക്കുമ്പോൾ തീറ്റ കുറച്ച് നമുക്ക് എല്ലാത്തിനും കൊടുക്കാനുള്ളൊരു തീറ്റ കിട്ടും കേട്ടോ. അല്ലാതെ നമ്മൾ കോഴിത്തീറ്റ അല്ലെങ്കിൽ മാത്രമായിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതാകുമ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തി കൊടുക്കുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാനുള്ള, വൈകുന്നേരം വരെ കഴിക്കാൻ പറ്റുന്ന ഒരു തരത്തിൽ നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ കോഴിയൊക്കെ എല്ലാം ഇത് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് സ്റ്റാർട്ടറാണ് കേട്ടോ. ഇത് നമ്മൾ വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇതിനകത്ത് പിന്നെ ചോളം, അതുപോലെ തന്നെ പിന്നുള്ളത് അരി, പിന്നെ തവിടുമൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ ആ തീറ്റ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ദഹിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക. ഒരു മാസം 1.5 മാസം വരെയൊക്കെ അത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ വലിയ കോഴിക്ക് നമുക്ക് ഈ ഒരു തീറ്റ മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ പില്ലറ്റോ അല്ലെങ്കിൽ പിന്നെ ലെയർ മാഷോ ഒക്കെ വാങ്ങുന്നതിൻ്റെ സ്ഥാനത്ത് നമുക്കിത് വാങ്ങി ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ വാങ്ങിച്ച സമയത്ത് ആദ്യം എനിക്ക് കുറച്ച് പേടിയായിരുന്നു. മുട്ട കിട്ടുമോ, നമുക്ക് മുന്നേ കിട്ടിക്കൊണ്ടിരുന്നത് പോലെയൊക്കെ മുട്ട കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ വാങ്ങിച്ച തീറ്റ കടയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും വാങ്ങിച്ചിട്ടൊക്കെ പോകുന്നതാണ്, ഇത് വിലയും കുറവാണ്. പക്ഷേ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയത്തോടെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊരു പ്രശ്നമില്ല കേട്ടോ. നല്ലൊരു തീറ്റയാണ് കേട്ടോ. നമ്മളിവിടെ ഉപയോഗിച്ചത് കൊണ്ട് പറയുകയാണ്, നല്ലൊരു തീറ്റയാണ്. നമുക്ക് മറ്റേ തീറ്റയുടെ അത്ര വിലയും വരുന്നില്ല. പിന്നെ നമ്മൾ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, അല്ലാത്ത നമ്മൾ തീറ്റ വാങ്ങിച്ചു കഴിഞ്ഞാൽ തവിടൊക്കെ വാങ്ങുന്നവരുണ്ടാവും എന്തായാലും. പക്ഷേ ഇതിനകത്ത് നമുക്ക് തവിടിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ പിന്നെ ഇത് നനച്ച് തന്നെ കൊടുക്കുക എന്നേ ഉള്ളൂ. കാരണം നനയ്ക്കാതെ കൊടുക്കുന്നുണ്ട്, തവിടും കൂടി ഉള്ളത് കൊണ്ട് ഇതിന് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക. കാരണം അതിനകത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളും കൂടി തീറ്റകൾ കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്രയും കോഴികൾക്ക് കൊടുക്കാനുള്ള ഒരു തീറ്റ ഉണ്ടാവും കേട്ടോ. കൂടുതലൊക്കെ കോഴികളൊക്കെ വളർത്തുന്നവർക്ക് അത് നല്ല ഒരു കാര്യം കൂടിയാണ്. തീറ്റ ചിലവ് കുറച്ച് കോഴികളെ വളർത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. എല്ലാവരും ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, എങ്ങനെ തീറ്റ ചിലവ് കുറച്ച് നമുക്ക് കോഴിയെ വളർത്തിയെടുക്കാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് മുട്ടയിലും കുറവുകളൊന്നും വരുന്നില്ല. നല്ല ക്വാളിറ്റി തീറ്റയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതൊന്ന് കൊടുത്തു നോക്കാവുന്നതാണ്. ഒരു പ്രശ്നവും ഞാൻ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, നമുക്കിതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു തീറ്റയാണ്. നിങ്ങൾ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള കാലിത്തീറ്റ, കോഴിത്തീറ്റ ഒക്കെ എടുക്കുന്ന കടകളിലൊന്ന് ചോദിച്ചാൽ മതിയാകും കേട്ടോ. അവിടെ ഉണ്ടാവും ഇത് വാങ്ങാനായിട്ട്.
പിന്നെ നമ്മൾ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന തീറ്റ മാത്രമല്ല കേട്ടോ, നമ്മൾ പുറത്തൊക്കെ ഒന്ന് തുറന്നു വിടണം കോഴികളെ 1 മണിക്കൂറെങ്കിലും. അപ്പോൾ അത് പോയി പച്ചപ്പുല്ലൊക്കെ തിന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള കാൽസ്യം വൈറ്റമിനൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ കപ്പയില നമ്മൾ കിട്ടുവാണെങ്കിൽ ഡെയിലി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ എങ്കിലും കൊടുക്കുക. അതുപോലുള്ള നാടൻ തീറ്റകൾ നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കാൽസ്യത്തിൻ്റെ മെഡിസിൻസ് ഒന്നും നമ്മൾ കൊടുക്കണ്ട, ഈ മുട്ടത്തോട് തന്നെ ഉപയോഗിച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റുകളുണ്ടെങ്കിൽ അറിയിക്കാനും ആരും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്.